സിനിമകൾ മാസ് സിനിമകൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് എക്സ്പെക്ട് ചെയ്തു. പക്ഷേ ഫസ്റ്റ് ഹാഫ് ചെറിയൊരു സ്ലോപ്പിലാണ് പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് ആ ഒരു മാസ് എലമെന്റിൽ ഇട്ടാ പോകുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വന്നിട്ട് വീണ്ടും ആ ഒരു മാസ് എലമെന്റ് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും അല്ലു അർജുൻ കാണിക്കുന്ന മാസിന്റെ എല്ലാത്തിനും ഒരു മാക്സിമം ആയിക്കഴിഞ്ഞു. പിന്നെ ഒരു ചെറിയൊരു ട്രാക്ക് മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഒരു ആന്ധ്രാപ്രദേശിൽ നടന്ന ഒരു സംഭവത്തിന്റെ ഒരു ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. അത് ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ കങ്കോ ലെവലായോ അതിന് മുകളിലാണോ എങ്ങനെയാണ്? ഇല്ല കങ്കോ ലെവലൊന്നും ആയിട്ടില്ല. മര്യാദയ്ക്ക് അവർ സൗണ്ട് പിടിച്ചിട്ടുണ്ട്. DSP തന്നെയാണ് ഈ സിനിമയുടെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. റസൂൽ പൂക്കുറ്റി അഡ്വാൻസ് ആയിട്ട് എന്നത് ആൾക്കാർക്ക് പറഞ്ഞിരുന്നത് ഈ പടം ഇങ്ങനെയാണ്, ഞങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ തിയേറ്ററുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് വരുത്തരുത് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ലെവലൊരു കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഞാൻ പറഞ്ഞില്ല ഒരു ട്രാക്ക് മാറ്റം വരുന്നത്. കാരണം മാസം കാണിക്കാനെല്ലാം കഴിഞ്ഞു, പിന്നെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാത്തൊരു ചെറിയൊരു അവസ്ഥ വന്നു. അപ്പം അവിടെ ഒരു ട്രാക്ക് മാറ്റം വരുന്നുണ്ട്. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യത്തെ ഷോ കഴിയുമ്പോൾ തന്നെ നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ മുഖം പിടിച്ചൊരക്കാനുള്ള ദേഷ്യം ക്യാരക്ടറിനോടും തോന്നിയില്ല. അത് ഓക്കെയാണ്, പടം ഓക്കെയാണ്. ഇല്ല അങ്ങനത്തെ രീതിയിലൊന്നും ആയിട്ടില്ല. എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു അങ്ങനെയെങ്കിലും പോകും. ഞാൻ സത്യം പറഞ്ഞാൽ ഞാനൊരു ഭോജ്പൂരി സിനിമ എക്സ്പെക്ട് ചെയ്തിട്ട് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ഒരു ലാർജ് സ്കെയിൽ എടുത്ത ഭോജ്പൂരി സിനിമകൾ നിങ്ങൾക്ക് അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. നമ്മൾ ബീഹാർ ജാർഖണ്ഡ് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ യുപി ബീഹാർ ആ ഒരു സെറ്റപ്പ് വലിയ സ്ക്രീനിൽ എടുത്തിരിക്കുന്ന സിനിമ. അപ്പോൾ അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ച് വന്നു. ആ ഒരു പക്ഷേ അതിൻ്റെ അപ്പോൾ എക്സ്പെക്ടേഷൻ അത്രയും ലോ ലെവലിലാണ് വെച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനേക്കാളും കുറച്ചുകൊണ്ട് നല്ലൊരു മാസ് എലമെന്റെല്ലാം കാണിക്കും. വിയർത്ത വല്ലുവിന്റെ മുന്നിൽ അത് രണ്ടുപേരും ഫഹദാണ് വേർത്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതൊരു പറയുന്നില്ല ഞാൻ, കാരണം നമുക്ക് ഇപ്പോൾ ഒരു ആ സാരി ലുക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. കാരണം നമ്മൾ ഇന്ത്യയിൽ പലയിടത്തും ഇങ്ങനത്തെ ഒരു ഇതാണ്. കേരളത്തിൽ തന്നെ ഒരു അമ്പലത്തിൽ ഇങ്ങനെ ആണുങ്ങൾ ഇങ്ങനെ സ്ത്രീവേഷം കെട്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ ഇതായിട്ടുണ്ട്. പക്ഷെ നമ്മളെ ഒരു കങ്കുവ ലെവൽ തീർച്ചയായിട്ടും എബോ കങ്കുവ തന്നെയാണ് ഇത് ആ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ട്.